fit and slim people have sleep issues. ഇന്നും പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഒബീസ് പീപ്പിൾ അല്ലെങ്കിൽ തടി കൂടി വണ്ണം കൂടിയവരിലാണ് സ്ലീപ്പ് ആപ്പിനെ അല്ലെങ്കിൽ അപ്പർ എയർവേ റെസിസ്റ്റൻസ് സിൻഡ്രോം കൂടുതൽ കാണുന്നുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സ്ലിം ആയിട്ടുള്ള ആൾക്കാരിലാണെങ്കിലും അവരുടെ ജോയുടെ സ്ട്രക്ചറിലുള്ള വേരിയേഷനാണ് ഒരു 70-80% ഓഫ് സ്ലീപ്പ് ആപ്പിനിയുടെ റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ. ഈ അപ്പർ തീരെ കൺസ്ട്രക്റ്റഡ് ആണെങ്കിൽ അവരുടെ സോപ്പാലറ്റ് എപ്പോഴും ബാക്കിലേക്ക് ഇറക്കി നിൽക്കണം. അവർ ലോവർ റിട്ടോ പൊസിഷൻ്റെ പുറകോട്ട് വലിഞ്ഞ് നിൽക്കുന്നതാണെങ്കിൽ അവരുടെ ടങ് എപ്പോഴും ബാക്കിലേക്ക് ടങ് ഫോളോ കൊണ്ടും നമുക്ക് സ്ലീപ്പ് ആപ്പിനിലേക്ക് നയിക്കും. അത് അപ്പോൾ വണ്ണം കൂടിയതോ അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞതോ പ്രത്യേക കാര്യം ചെയ്യുകയല്ല. മെയിനായിട്ട് ജോ സ്ട്രക്ചറാണ് ഇതിൻ്റെ സ്ലീപ്പ് ആപ്പിനിയുടെ ഫാക്ടേഴ്സ് മെയിനായിട്ട് ഡിറ്റർമൈൻ ചെയ്യുക. അതുപോലെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പലരും ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റഡീസ് പറയുന്നത് സ്ലീപ്പ് ആപ്പിനെയാണോ അല്ലെങ്കിൽ ഒബേസിറ്റി ആണോ ആദ്യം വന്നതെന്നുള്ള ഒരു ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ പുതിയ സ്റ്റഡീസ് പറയുന്നത് ഈ സ്ലീപ്പ് ആപ്പിനെയുള്ള പേഷ്യൻസിൽ അവരുടെ ശരീരത്തിൽ ഓക്സിജൻ ലെവൽ എപ്പോഴും കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ ദാറ്റ് ലീഡ്സ് ടു ഹോർമോണൽ ഇംബാലൻസിലേക്ക് നയിക്കുന്നത്. ഹോർമോൺ ഇംബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കൂടുതൽ കഴിക്കാൻ ഫുഡ് ക്രാവിങ്ങിനുള്ള ഹോർമോണിൻ്റെ പേരാണ് ഗേളിൻ. അതുപോലെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമുക്കൊരു ഫുൾനെസ് തോന്നുന്ന ഹോർമോണാണ് ലെപ്റ്റിൻ. ഈ സ്ലീപ്പ് ആപ്പിനുള്ള പേഷ്യൻസിന് ഗേളിൻ്റെ ഹോർമോണിൻ്റെ ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഇവർക്ക് സ്ലീപ്പ് ആപ്പിനെ ഒരു ഉറക്കക്കുറവായിരിക്കും. അവർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് എന്തെങ്കിലും ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കും. ദാറ്റ് ഇറ്റ്സെൽഫ് കോസസ് ഒബേസിറ്റി. അതുപോലെ തന്നെ ആ ലെപ്റ്റിൻ്റെ ഹോർമോൺ കുറവായതുകൊണ്ട് ഇവർക്ക് ആ ഫുൾനെസ് തോന്നാത്തതുകൊണ്ടാണ് ഇവർ പലപ്പോഴും കഴിച്ചത്. ഇങ്ങനെയുള്ള പേഷ്യൻസിൽ അതുപോലെ തന്നെ ഇവരുടെ ഈ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് എന്നുള്ള ഇതിൻ്റെ ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ബോഡി എപ്പോഴും ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റിലായിരിക്കും. അതുപോലെ ഈ ആൻറ്റി ഓക്സിഡൻസ് ലെവൽ ഇങ്ങനെയുള്ള പേഷ്യൻസിൽ ഈ ഓക്സിജൻ ലെവൽ കുറവുള്ള പേഷ്യൻസിൽ തീരെ കുറവായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പേഷ്യൻസ് ഇവരുടെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്പിനെ ഫസ്റ്റ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹോർമോണൽ ബാലൻസിങ്ങിലേക്ക് നയിക്കും, ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് കുറയും. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കുറഞ്ഞ് കഴിയുമ്പോൾ അവരുടെ ഒബേസിറ്റിയും കാര്യമായിട്ട് കുറയും. അപ്പോൾ അവർക്ക് അവരുടെ എക്സസൈസ് ചെയ്യാൻ